നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, City Tower, City Wear, City Shoes, Ankamali and Cochin Kalapavan, Ankamali franchise. അങ്കമാലി നഗരസഭയിൽ കർഷകർക്ക് ആദരം. അങ്കമാലി നഗരസഭയിൽ നടന്ന കർഷക ദിനാചരണം റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലയിലുള്ള മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും സ്മരണിക നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു. ഭക്ഷണാവശ്യങ്ങൾക്കായി അന്യസംസ്ഥാനങ്ങളെ ഒരു പരിധിക്കപ്പുറം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിന് അപകടകരമാണെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും അവനവൻ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളിൽ കഴിയാവുന്നത്ര സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുവാൻ എല്ലാവരും ശ്രമിക്കണമെന്നും MLA അഭിപ്രായപ്പെട്ടു. അന്നം കഴിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ആളുകളും കൃഷിയോടും കർഷകനോടും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. പക്ഷേ അതാണെങ്കിൽ തന്നെയും കൃഷിക്കും കർഷകർക്കും ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം സമസ്ത മേഖലകളിലും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായാലും, ബിസിനസ്സുകാരായാൽ അവരുടെ മക്കൾ വീണ്ടും ബിസിനസ്സുകാരായി വരാൻ ആഗ്രഹിക്കുന്നു, രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയക്കാരായി വരാൻ ആഗ്രഹിക്കുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾ അവർ ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാവാൻ ആഗ്രഹിക്കും, സിനിമാക്കാര് മക്കൾ സിനിമാക്കാരാവാൻ ആഗ്രഹിക്കും. പക്ഷേ ഒരു കർഷകന്റെ അടുത്ത തലമുറ കൃഷിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അടുത്ത തലമുറയും ചിലപ്പം അതിനാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞെന്ന് വരില്ല. ഇപ്പോഴത്തെ തലമുറയിലുള്ള കർഷകർ പോലും മക്കളെ കാർഷിക വൃത്തിയിലേക്ക് തന്നെ പോകണം എന്ന് പ്രോത്സാഹിപ്പിക്കാനും പ്രേരിപ്പിക്കാനും സാധ്യത കുറവാണ്. അപൂർവ ആളുകൾ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. അത് മറ്റൊന്നുമല്ല, നമുക്ക് നമ്മുടെ ജീവിത രീതിയിൽ ഓരോ വർഷം കഴിയുന്തോറും കൃഷി ആദായകരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാന്യമായി അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു പ്രയാസകരമായിട്ടുള്ള ഒന്നായി മാറിയിരിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. ഈ വർഷം മുതൽ മികച്ച കർഷകന് MS സ്വാമിനാഥൻ അവാർഡും മികച്ച ക്ഷീരകർഷകന് ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചെയർമാൻ അറിയിച്ചു. യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ TY ഏലിയാസ്, ജാൻസി അരീക്കൽ, ലക്സി ജോയ്, റോസ്ലി തോമസ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത പോൾ, കൌൺസിലർമാരായ സന്ദീപ് ശങ്കർ, പോൾ ജോവർ, മുൻ ചെയർമാൻമാരായ ബെന്നി മൂഞ്ഞേലി, CK വർഗീസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ BT ബാലചന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, കൃഷി ഓഫീസർമാരായ ഓമനക്കുട്ടൻ AT, എൽദോസ് P, കാർഷിക വികസന സമിതി അംഗം പോൾ ഡേവിസ്, ബാങ്ക് പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കൌൺസിലർമാരായ സാജു നെടുങ്ങാടൻ, ബാസ്റ്റിൻ D പാറയ്ക്കൽ, ലില്ലി ജോയ്, ലിസി പോളി, ജീത ഷിജോയ്, ഷൈനി മാർട്ടിൻ, AV രഘു, PN ജോഷി, ലേഖ മധു, മോളി മാത്യു, ഗ്രേസി ദേവസി, മാർട്ടിൻ B മുണ്ടാടൻ, കില റിസോഴ്സ് പേഴ്സൺ P ശശി എന്നിവർ പങ്കെടുത്തു. അവാർഡ് ലഭിച്ച കർഷകർ: മുതിർന്ന കർഷക അമ്മിണി പൌലോസ് അയ്യമ്പിള്ളി ഹൌസ്, സമ്മിശ്ര കർഷകൻ മത്തായി KV കൂരൻ ഹൌസ്, മട്ടുപാവ് കൃഷി മാഗി ബേബി ഐസക് കോട്ടേജ്, ക്ഷീരകർഷകൻ പോൾ K മാണി കോട്ടയ്ക്കൽ വീട്, നെൽ കർഷകൻ ജോസ് MU മേനാച്ചേരി വീട്, പൂക്കൃഷി ചെയ്യുന്ന കർഷകൻ MD ജോയ് മേനാച്ചേരി വീട്, വാഴ കൃഷി ചെയ്യുന്ന കർഷകൻ എൽദോസ് PM പന്തപ്ലാക്കൽ, ജാതി കർഷകൻ മുകുന്ദൻ മേനോൻ AC ശ്രീലക്ഷ്മി ഭവൻ, SC കർഷകൻ വേലായുധൻ KP കൈതക്കാട്ട്, കർഷക തൊഴിലാളി MK വേലായുധൻ, വിദ്യാർത്ഥി കർഷക സേറ തോമസ് പാറക്കവീട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.